നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടി, കയ്യോടെ പിടികൂടിയെന്ന് ഞാൻ കരുതിയേ. ദൈവം നിന്നെ കണിമംഗലത്ത് അടിമയാക്കാനല്ല തീരുമാനിച്ചിരിക്കുന്നത്, എല്ലാവരും ആരാധിക്കുന്ന താരമാക്കാനാ. താമ, നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. സന്തോഷത്തോടെ പോയി കിടന്ന് ഉറങ്ങിക്കോ. നാളെ ഞാൻ എന്റെ പാട്ടിന് പോവും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വങ്കനാട്ടിൽ നിന്നും എത്തിയ സന്യാസിമാരാണ് ഇവിടത്തെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് എന്നൊരു ഐതിഹ്യമുണ്ട്. ദേവനാരായണൻ തിരുമേനി കേട്ടിട്ടുണ്ടാവും. അതെ അതെ, അങ്ങനെ ഐതിഹ്യ കഥകൾ ഒരുപാടുണ്ടല്ലോ. ഒരു കാലത്ത് ഈ നാട്ടിലെ ഏറ്റവും വലിയ പൂരം നടന്നിരുന്നത് ഇവിടെയാ. കാലക്രമത്തിൽ അതൊക്കെ ക്ഷയിച്ചു. അതൊക്കെ സ്വാഭാവികം. അതുകൊണ്ട് ദൈവചൈതന്യത്തിന് കുറവൊന്നും സംഭവിക്കുന്നില്ല. തിരുമേനി, വരുണിന്റെ ഭാര്യ ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ ഈ നടയിലാണ് തനിച്ചിരിക്കേണ്ടത്. ഇത് ഒറ്റപ്പെട്ട ഒരു സ്ഥലമല്ലേ? അതിനെന്താ, ദൈവത്തിന്റെ മുന്നിൽ എന്തൊറ്റപ്പെടൽ. കാവലായി സർവേശ്വരൻ തന്നെയല്ലേ നിൽക്കുന്നത്. പിന്നെ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ കൃത്യതയുള്ളതാണെങ്കിൽ, പിന്നെ കഴുത്തിൽ കിടക്കുന്ന താലി പരിശുദ്ധമായി സൂക്ഷിക്കുന്നവളാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൂടെ തന്നെ ഉണ്ടാവും. നേരം പുലരുമ്പോ ഐശ്വര്യത്തിന്റെ അടയാളം ദേവൻ കാണിച്ചു തരും. അതാണ് വിശ്വാസം. വ്രതനിഷ്ഠകളുടെ കാര്യത്തിലൊന്നും ഒരു ഭംഗവും വരുന്നില്ല. വരുണിന്റെ താലി കഴുത്തിൽ അണിഞ്ഞവള് എല്ലാം ഭംഗിയായി നോക്കുന്നുണ്ട്. തിരുമേനി വരൂ, നമുക്ക് പുറം കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അമ്മേ, ഇന്ന് രാത്രി മുഴുവൻ പ്രിയങ്ക ഇവിടെയായിരിക്കേണ്ടത്. ആലോചിച്ചിട്ട് എനിക്ക് പേടിയാവുന്നു. എന്തിന്? ക്ഷേത്ര നടയിലിരിക്കുന്ന പെണ്ണിനെ കാത്തു രക്ഷിക്കേണ്ടത് അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയാ. പ്രിയങ്കയുടെ കഴുത്തില് അങ്ങനെ ഒരു താലി കയറിയിട്ടുണ്ടോ? ഇനി അതും മനസ്സിൽ വെച്ചോണ്ട് ഓരോ അബദ്ധങ്ങൾ എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട. പ്രിയങ്ക മോൾ ഇന്ന് രാത്രി ഇവിടെ വ്രതമിരിക്കും. നാളെ രാവിലെ എല്ലാത്തിനും പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. കേട്ടല്ലോ? ഭഗവാനെ, ആപത്തൊന്നും ഇല്ലാതെ കാത്തോളണേ. അവളുടെ അറിവില്ലായ്മകള് ക്ഷമിച്ചോളണേ. കൽപ്പനേ,
ഹലോ ആ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഓ ഇപ്പൊ വരാം. ഓ ഇപ്പൊ വരാം. ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടി. കയ്യോടെ പിടികൂടിയെന്ന് ഞാൻ കരുതിയ. ദൈവം നിന്നെ കണിമംഗലത്ത് അടിമയാക്കാനല്ല തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരും ആരാധിക്കുന്ന താരമാക്കാനാ. താമ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഒളിച്ച് താമസിച്ച പോലെ കുറച്ചു കാലം കഴിഞ്ഞ വീടാ. ഇനി എന്തെങ്കിലും ഒരു ദിവസം ഒരു സെലിബ്രിറ്റി ആയ ശേഷം എനിക്കിവിടെ വന്ന് കേറണം. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.